ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിനുള്ള ഈ ടോപ്പിക്കിൽ നിന്നും കല എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. 2. കലകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കല ഏതാണ്? കഥകളിയാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. 3. ചാക്യാർ കൂത്ത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലയാണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ചാക്യാർ കൂത്ത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കലയാണ്. 4. പൈങ്കുളം രാമചാക്യാർ ഏത് വിഭാഗത്തിലെ അവിസ്മരണീയനായ കലാകാരനാണ്? ഏതിലേതാണ്? കൂടിയാട്ടം കലാകാരനാണ്. പൈങ്കുളം രാമചാക്യാർ കൂടിയാട്ടം കലാകാരനാണ്. 5. കാസർഗോഡ് ഭാഗത്ത് പ്രചാരമുള്ള ഒരു നൃത്ത നാടകരൂപം ഏതാണ്? യക്ഷഗാനമാണ്. കാസർഗോഡ് ഭാഗത്ത് പ്രചാരമുള്ള ഒരു നൃത്ത നാടകരൂപമാണ് യക്ഷഗാനം. 6. അമ്മന്നൂർ മാധവ ചാക്യാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കൂടിയാട്ടമാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം കലാകാരനാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം കലാകാരൻ. 7. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. 8. കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ്? ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. 9. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ട സ്ഥലം ഏതാണ്? കൊട്ടാരക്കരയാണ്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. അത് രൂപം കൊണ്ട സ്ഥലമാണ് കൊട്ടാരക്കര. 10. കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത്? വേഷത്തിലാണ്. കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളി വേഷത്തിലാണ് പ്രശസ്തനായിരുന്നത്. 11. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? കഥകളി ആചാര്യനാണ്. കലാമണ്ഡലം ഗോപി ഒരു കഥകളി ആചാര്യനാണ്. 12. കേരളത്തിൻ്റെ തനത് കലാരൂപം ഏതാണ്? കഥകളിയാണ്. കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. 13. കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഏത് കലാരൂപമാണ് കഥകളി നടനം എന്നറിയപ്പെടുന്നത്? കേരള നടനമാണ്. കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കേരള നടനമാണ് കഥകളി നടനം എന്നറിയപ്പെടുന്നത്. 14. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. കഥകളിയുടെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. 15. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കഥകളിയെയാണ്. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിച്ചത് കഥകളിയെയാണ്. 16. കഥകളി കാണുന്നതിനും പരിശീലിക്കുന്നതിനും അവർണർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രകലയായ കഥകളിയെ താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കഥകളി കാണുന്നതിനും പരിശീലിക്കുന്നതിനും അവർണർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രകലയായ കഥകളിയെ താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിച്ച നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 17.
ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്ഥാപിച്ച കഥകളി യോഗത്തിൻ്റെ രക്ഷാധികാരിയായി നിയമിതനായത് ആരാണ്? അമ്പലപ്പുഴ മാധവക്കുറുപ്പാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്ഥാപിച്ച കഥകളി യോഗത്തിൻ്റെ രക്ഷാധികാരിയായിരുന്നു അമ്പലപ്പുഴ മാധവക്കുറുപ്പ്. 18. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ചത് ഏത് വർഷത്തിലാണ്? 1860 ആറാട്ടുപുഴ വേലായുധ പണിക്കർ കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിക്കുന്നത്. 1860. 19. കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ്? ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. 20. കഥകളിയുടെ ആദ്യ രൂപം ഏതാണ്? രാമനാട്ടമാണ്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. 21. ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രമാണ്. ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രം. 22. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപമാണ് മോഹിനിയാട്ടം. 23. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ട സ്ഥലം ഏതാണ്? കൊട്ടാരക്കരയാണ്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ടത് കൊട്ടാരക്കരയിലാണ്. 24. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. 25. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം. 26. നിലവിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം എത്രയാണ്? 8 എണ്ണമാണ്. നിലവിൽ ഇന്ത്യയിൽ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് ഉള്ളത്. 27. നൃത്തത്തിൻ്റെ പ്രധാന മുദ്രകൾ വിവരിക്കുന്ന കൃതി ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ്. നൃത്തത്തിൻ്റെ പ്രധാന മുദ്രകൾ വിവരിക്കുന്ന കൃതിയാണ് ഹസ്തലക്ഷണ ദീപിക. 28. അഭിനവഗുപ്തൻ രചിച്ച നാട്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? അഭിനവ ഭാരതിയാണ്. അഭിനവഗുപ്തൻ രചിച്ച നാട്യശാസ്ത്ര ഗ്രന്ഥമാണ് അഭിനവ ഭാരതി. 29. നടരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിദംബരത്താണ്. നടരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിദംബരത്താണ്. 30. നൃത്തദേവനായ ശിവന്റെ നടരാജ വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ആരുടെ കാലത്താണ്? ചോള രാജാക്കന്മാരുടെ കാലത്താണ്. നൃത്തദേവനായ ശിവന്റെ നടരാജ വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. 31. നൃത്തത്തിൻ്റെ ദേവനായി കരുതപ്പെടുന്നത് ആരെയാണ്? ശിവനെയാണ്. നൃത്തത്തിൻ്റെ ദേവനായി കരുതപ്പെടുന്നത് ശിവനെയാണ്. 32. നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഭരതമുനിയാണ്. നാട്യശാസ്ത്രത്തിൻ്റെ രചയിതാവാണ് ഭരതമുനി. 33. ഇന്ത്യൻ നാട്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഭരതമുനിയാണ്. ഇന്ത്യൻ നാട്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഭരതമുനി. 34. കേളുചരൺ മഹാപാത്ര ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേളുചരൺ മഹാപാത്ര ഒഡീസിയുമായി ബന്ധപ്പെട്ട കലാകാരനാണ്. 35. ഗുരു കുഞ്ചുകുറുപ്പ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? കഥകളി മേഖലയിലാണ്. ഗുരു കുഞ്ചുകുറുപ്പ് കഥകളി മേഖലയിലെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു. 36. ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ഉദയ് ശങ്കർ ആണ്.
ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉദയ് ശങ്കറിനെയാണ്. 37. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തം ഏതാണ്? മോഹിനിയാട്ടമാണ്. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തമാണ് മോഹിനിയാട്ടം. 38. ദാസിയാട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം ഏതാണ്? ഭരതനാട്യമാണ്. ദാസിയാട്ടം എന്നറിയപ്പെടുന്ന തെക്കേ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തമാണ് ഭരതനാട്യം. 39. പഞ്ചാബിലെ നാടോടി നൃത്തം ഏതാണ്? പഞ്ചാബിലെ നാടോടി നൃത്തമാണ് ഭംഗ്ര. പഞ്ചാബിലെ നാടോടി നൃത്തമാണ് ഭംഗ്ര. 40. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ പ്രശസ്തരായത് ഏത് നൃത്തരംഗത്ത് പ്രവർത്തിച്ചിട്ടാണ്? ഭരതനാട്യമാണ്. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ പ്രശസ്തരായത് ഭരതനാട്യത്തിലൂടെയാണ്. 41. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? ഏതിൻ്റേതാണ്? കർണാടകത്തിൻ്റേതാണ്. യക്ഷഗാനം കർണാടക സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്. 42. കഥകളി വിളക്കിനെ വിശേഷിപ്പിക്കുന്ന പേര് എന്താണ്? ആട്ടവിളക്കെന്നാണ്. കഥകളി വിളക്കിനെ വിശേഷിപ്പിക്കുന്നത് ആട്ടവിളക്ക് എന്നാണ്. 43. ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? തിരുമാടാംകുന്ന് ക്ഷേത്രമാണ്. ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുമാടാംകുന്ന് ക്ഷേത്രം. 44. ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാടാണ്. ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. 45. ശ്രീ വില്വാദ്രി നാഥക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ശ്രീ വില്വാദ്രി നാഥക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ. 46. തൃക്കൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിലാണ്. തൃക്കൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. 47. കേരളത്തിലെ പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രം ഏതാണ്? തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. കേരളത്തിലെ പ്രസിദ്ധമായൊരു ശിവപാർവതി ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. 48. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. 49. മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. 50. അച്ചൻ കോവിലാർ ചുറ്റിയൊഴുകുന്ന പത്തനംതിട്ടയിലെ ക്ഷേത്രം ഏതാണ്? വലംചുഴി ദേവി ക്ഷേത്രമാണ്. അച്ചൻ കോവിലാർ ചുറ്റിയൊഴുകുന്ന പത്തനംതിട്ടയിലെ ക്ഷേത്രമാണ് വലംചുഴി ദേവി ക്ഷേത്രം. 51. ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രമാണ്. ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രം. 52. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രമായ കൊടുമൺ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രമായ കൊടുമൺ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. 53. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപും എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ടായിരുന്ന ക്ഷേത്രം ഏതായിരുന്നു? ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപും എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ടായിരുന്ന ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. 54. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന ക്ഷേത്രം ഏതാണ്? കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രമാണ്.
പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രം. 55. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം ഏതാണ്? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണ്. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. 56. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രം ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. 57. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. 58. ലോകത്തിലെ ഏറ്റവും സമ്പത്ത് ശേഷിയുള്ള ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പത്ത് ശേഷിയുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 59. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമായ തിരുവല്ലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമായ തിരുവല്ലം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 60. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. 61. കൊടിമരമില്ല എന്ന് പ്രത്യേകതയുള്ള കോലത്തിരിമാരുടെ കുടുംബക്ഷേത്രം ഏതാണ്? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ്. കൊടിമരം ഇല്ല എന്ന പ്രത്യേകതയുള്ള കോലത്തിരിമാരുടെ കുടുംബക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. 62. അനന്തപുരം ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ഏതാണ്? മഹാവിഷ്ണുവാണ്. അനന്തപുരം ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ് മഹാവിഷ്ണു. 63. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അനന്തപുരം ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം. 64. മല്ലികാർജുന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏതാണ്? ശിവനാണ്. മല്ലികാർജുന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശിവൻ. 65. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത പ്രസിദ്ധമായ മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത പ്രസിദ്ധമായ മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. 66. ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? പത്തനംതിട്ടയാണ്. ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. 67. ഗുരു ഗോപിനാഥ് എന്ന നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 68. ഇന്ത്യയിൽ സീസണൽ വരുമാനം ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രം ഏതാണ്? ശബരിമലയാണ്. ഇന്ത്യയിൽ സീസണൽ വരുമാനം ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രമാണ് ശബരിമല. 69. ശാന്തിനാഥ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്ടിലാണ്. ശാന്തിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. 70. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുൽപ്പള്ളിയിലാണ്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ്. 71. പടയണിക്ക് പ്രസിദ്ധമായ കടമനിട്ട ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. പടയണിക്ക് പ്രസിദ്ധമായ കടമ്മനിട്ട ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. 72. ശ്രീ വരദരാജ വെങ്കിട്ടരാമ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ്. ശ്രീ വരദരാജ വെങ്കിട്ടരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്.
73. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏതാണ്? അനന്തപുരം ക്ഷേത്രമാണ്. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം. 74. മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.